മോഹൻലാലിൻ്റെ കട്ട അപരാധപ്പടം എന്തായാലും ഇന്നത്തോടുകൂടി അതിൻ്റെ പണിക്കുറ്റം തീരണതിൽ വലിയ സന്തോഷമുണ്ട്. കാരണം ഇനി ഈ പാട്ടും പാടി ആൾക്കാർ നടക്കില്ലല്ലോ. നാളെ ഒരു സിനിമ റിലീസ് ചെയ്യാണ്ട് ഞങ്ങളുടെ പെപ്പയുടെ മോഹൻലാലിനേക്കാളും കിൻഡൽ പോലത്തെ ഇടിയുള്ളൊരു പടമാണ് കാട്ടാളൻ. ആ പടം വരുന്നോട് കൂടിയിട്ട് ഈ പടം ചുരുട്ടും. ഇതുപോലുള്ള ഒരു കാട്ടാപരാധം മോഹൻലാൽ വന്ന് അഭിനയിച്ചിട്ട് അതിനെക്കുറിച്ചും എന്തെങ്കിലും നമ്മൾ മോശം റിവ്യൂ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തന്തയ്ക്കും തള്ളയ്ക്കും ഇനിയിപ്പോൾ വിളിക്കാത്ത കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് എന്താണ് കണ്ടിട്ടാണ് ഈ കളിക്കുന്നത് എനിക്ക് മനസ്സിലാവില്ല. എടാ ചെറ്റകളെ, നിങ്ങൾ ഈ നല്ല പടങ്ങളെക്കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യും, നല്ല പടങ്ങൾ നിങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ സിനിമാക്കാർ നല്ല പടങ്ങൾ ഉണ്ടാക്കി നമുക്ക് തരും. ഇതുപോലെയുള്ള ദൃശ്യം 1ഉം 2ഉം ഒക്കെ നല്ല പടങ്ങളായിരുന്നു. ദൃശ്യം 3ലേക്ക് വന്നപ്പോഴാണ് അത് കട്ടപരാധായത്. ഇനി 4ഒന്നും ദയവ് ചെയ്ത് ഈ പടത്തിൻ്റെ 4ഒന്നും കൊണ്ട് ഈ വഴിക്ക് വന്നേക്കരുത്. അതാണ് നമുക്ക് പറയാനുള്ളത്. കാരണം എന്താ വെച്ചാൽ ഇത് വളരെ മോശം ഒരു തറ സീരിയലിനെ പോലത്തെ ടേക്കിൻസ് വെച്ചിട്ട് ഇതുപോലെയുള്ള തറ സിനിമകൾ പടച്ചു വിടുമ്പോൾ നമ്മളതിനെപ്പറ്റി മോശം തന്നെ പറയും. കൊക്ക് പറഞ്ഞു പൊക്കിന് ഈ പടം വലിയ ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. നമ്മളിത് കുറേ ആൾക്കാർ ഈ പടത്തിന് ഒട്ടും ഇഷ്ടപ്പെടാണ്ട് വളരെ മോശമാണെന്നുള്ളത് വൃത്തിയായിട്ട് പറഞ്ഞപ്പോൾ അവർക്കിട്ടൊക്കെ തെറി. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, മോഹൻലാൽ നടനാണെന്നുള്ള നല്ലൊരു നടനാണെന്ന് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങേരത്ത് പോലത്തെ ഊളപ്പടങ്ങളിൽ കയറി അഭിനയിച്ചിട്ട് അതിനൊക്കെ നമുക്ക് പൊക്കി പിടിച്ച് നടക്കാനായിട്ട് നമുക്ക് പറ്റില്ല, നമ്മളെ കിട്ടില്ല. മോശം പടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏതവൻ്റെ പടമായാലും നമ്മൾ മുഖത്ത് നോക്കി അങ്ങോട്ട് പറഞ്ഞിരിക്കും. അതിൽ യാതൊരു സംശയം വേണ്ട. അത് നിങ്ങൾ തെറി വിളിച്ചാലും തന്തയ്ക്ക് വിളിച്ചാലും തള്ളയ്ക്ക് വിളിച്ചാലും എനിക്ക് പുല്ല്. നമ്മൾ സത്യം പറഞ്ഞുകൊണ്ട് നിവർന്ന് നിൽക്കണം, അല്ലാണ്ട് നുണ പറയാൻ പാടില്ല. ഒരു പടം മോശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോശം തന്നെ പറയണം. ഈ മോഹൻലാലിൻ്റെ ഈ സിനിമ അപരാധം എന്നുള്ളത് ഞാൻ എവിടെയും പറയും, എപ്പോഴും പറയും. ദൃശ്യം 2 അത് OTT-ലാണ് വന്നത്. OTT-ൽ വന്നതോടുകൂടിയിട്ട് അത് ഹിറ്റായി. OTT-ൽ വന്നിട്ട് പോലും അത് ഹിറ്റായി. ഇത് അതിൻ്റെ പേരിൽ വിറ്റഴിച്ച കോടികൾ കിട്ടി വാരിക്കൊണ്ടുപോയി. ഇത് PR വർക്കും ഇതുപോലെയുള്ള കുറേ നാറിയ തരങ്ങൾ കാണിച്ചിട്ടാണ് ഈ പടത്തിന് കളക്ഷൻ കിട്ടിയത്. ഇനി ഇത് നടക്കില്ല. ഒറ്റ ആഴ്ച കൊണ്ട് തന്നെ ഈ പരിപാടി നടക്കുള്ളൂ. ഇനി ഇവിടെ അങ്ങോട്ട് നല്ല നല്ല പടങ്ങൾ വേറെ വരാനുണ്ട്. ഈ കട്ടപരാധം കൊണ്ട് ഈ ജിത്തുനി ഈ വഴിക്ക് വന്നേക്കരുത്. ഇത് നമുക്കിനി പറയുള്ളൂ. നിൻ്റെ വായിൽ എന്ത് തോന്നിയാസം വന്നാലും അതൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ അതിന് റിയാലിറ്റി കിട്ടില്ല, അതിന് നാച്ചുറാലിറ്റി കിട്ടില്ല. ഈ അവസാനം 15 മിനിറ്റ് നീ എന്താ കാണിച്ചത്? എന്ത് പിണ്ണാക്കാ കാണിച്ചേ? എന്തൊക്കെയോ മോഹൻലാൽ കിടന്ന് ഓടുന്നുണ്ട്, ചവിട്ടുന്നുണ്ട്, പൊളിക്കുന്നുണ്ട്, മകളെ വെട്ടുന്നുണ്ട്, അപ്പത്തെ ചോര കണ്ണനായിട്ട് ഒരാൾ നടക്കുന്നുണ്ട്, എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത്. എന്നിട്ട് ലാസ്റ്റ് സിദ്ദീഖിനോട്, ആ പാവ സിദ്ദീഖിനോട് പറയാം, കൊന്നു കളയും ഞാൻ. ഇതാണോ ഡയലോഗ്? ഇതാണോ സിനിമ? എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. സിനിമ കണ്ട ഒരാൾക്ക് മനസ്സിലായില്ല. അവസാനം കുറേ കൊണാപ്പന്മാരിരുന്നിട്ട്, കുറേ പേട്ടാവളിയന്മാരിരുന്നിട്ട് കൈയടിക്കുന്നുണ്ട്. എന്തിനാണ് എന്ത് കണ്ടിട്ട് ഈ കൈയടിക്കുന്നത്? എനിക്ക് യാതൊരു പിടുത്തമില്ല. ഇതുപോലെയുള്ള ഒരു നാറിയ പടം, ഇതുപോലെയുള്ള തീട്ടപ്പടത്തിന് വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിച്ച് PR ഇറങ്ങിയിട്ട് 50 കോടി 100 കോടി 200 കോടി 500 കോടി കോടിക്കൊന്നും വിലയില്ലടാ. നീ വിചാരിച്ച പോലെ ഈ കോടികളൊന്നും ഉണ്ടാവില്ല. ഈ കോടികളൊന്നും ഈ സിനിമയ്ക്ക് ഇല്ല. കഴിഞ്ഞു, ഒരാഴ്ചത്തെ പൂത്തിരി കത്തിക്കൽ കഴിഞ്ഞു. ഇനി ഇത് കത്തിപ്പടരാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇതൊരു ചവിറ്റുകൊട്ടയിൽ വലിച്ചെറിയേണ്ട ഒരു പടമാണ്. ഇതെന്തോ നല്ല സമയത്തോണ്ട് ഇതിങ്ങനെ ആയി എന്ന് മാത്രം. പക്ഷേ ഇതൊരിക്കലും നല്ല സിനിമയായിട്ട് ഒരു സ്ഥലത്തും രേഖപ്പെടുത്തില്ല. ഇതൊരു സീരിയൽ സിനിമയാണ് ആയിട്ട് മാത്രം അത് രേഖപ്പെടുത്തുള്ളൂ. എന്തായാലും ഈ മോഹൻലാലിൻ്റെ കട്ടാപരാധം ഇന്നത്തോടുകൂടി അവസാനിച്ചു. നാളെ എല്ലാവരും കാട്ടാളൻ പോയി കാണാം. പടം മോശമെങ്കിൽ പോട്ടെ, അതൊന്നും നമ്മൾ പറയുന്നില്ല. എന്നിരുന്നാലും വലിയൊരു പ്രതീക്ഷയുള്ള പടമാണ് കാട്ടാളൻ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കാട്ടാളൻ കാണാം. ദൃശ്യം 3 വിട്ടുകളയാണ്. ഇതൊരു അപരാധ പടമാണ്, അപരാധ പടമാണ്. ഇതൊക്കെ 2-3 മണിക്കൂറിനൊക്കെ ഇടയിൽ ഈ സിനിമ ഇരുന്ന് കണ്ടിട്ടേ തിയേറ്ററിൽ നിന്ന് ഓടിപ്പോരാൻ തോന്നിയുള്ള പടം. അത്ര മോശം. ഇനി ഇതിനേക്കാളും മോശം സിനിമ മോഹൻലാലിൻ്റെ കരിയറിൽ ഉണ്ടാവില്ല എന്ന് ഞാൻ പറയും. എന്തായാലും നമുക്ക് നാളെ പെപ്പയുടെ പടം കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം പറയാം.